1980 പുറത്തിറങ്ങി പിന്നീട് മികച്ച ക്ലാസിക് സിനിമകളിൽ ഒന്നായി മാറിയ സ്റ്റാൻലി ക്യൂബ്രിക്കിന്റെ ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ദ ഷൈനിങ്. സിനിമയുടെ പ്ലോട്ടിലേക്ക് നോക്കിയാൽ ഒരു നോവലിസ്റ്റ് ആകണമെന്ന ലക്ഷ്യവുമായി ജീവിക്കുന്ന വ്യക്തിയാണ് ജാക്ക്. ഭാര്യയായ വെൻഡി, മകൻ ഡാനി എന്നിവർക്കൊപ്പമാണ് ജാക്ക് താമസിക്കുന്നത്. നോവൽ എഴുതുക എന്നത് ഒരു ക്രിയേറ്റീവായ പ്രോസസ് ആയതുകൊണ്ട് തന്നെ ശാന്തമായ ഒരു സ്ഥലത്തിരുന്ന് നോവൽ എഴുതി തീർക്കാനാണ് ജാക്ക് ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് ഓവർലുക്ക് എന്ന ഹോട്ടലിൽ കെയർ ടേക്കറായി ജോലി ചെയ്യാനുള്ള ഒരു അവസരം ജാക്കിനെ തേടിയെത്തുന്നത്. അധികം ആൾതാമസമില്ലാത്ത പ്രദേശത്താണ് ഓവർലുക്ക് എന്ന ഹോട്ടൽ നിലനിൽക്കുന്നത്. മാത്രമല്ല ഷട്ട് ഡൌൺ പീരീഡ് ആയതുകൊണ്ട് തന്നെ ഹോട്ടൽ മുഴുവനും കാലിയായിരിക്കും. കുടുംബത്തെയും ഹോട്ടലിലേക്ക് കൊണ്ടുപോകാം എന്നൊരു ഓപ്ഷൻ കൂടി കിട്ടിയപ്പോ ജാക്ക് പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല. അയാൾ തന്റെ ഫാമിലിയെയും കൂട്ടി ഓവർലുക്ക് ഹോട്ടലിലേക്ക് പുറപ്പെട്ടു. ഈ ഹോട്ടലിൽ മുമ്പ് നടന്ന കൊലപാതകങ്ങളെ പറ്റിയും ദുർമരണങ്ങളെ പറ്റിയും മനസ്സിലാക്കിയ ജാക്ക് അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. സോ ഈ ഓവർലുക്ക് ഹോട്ടലിലേക്ക് കുടുംബത്തോടൊപ്പം താമസിക്കാൻ പോയ ജാക്കിനും അവന്റെ ഫാമിലിക്കും പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നതൊക്കെയാണ് ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട്. ഹൊറർ നോവലുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സ്റ്റീഫൻ കിങ്ങിന്റെ ഇതേ പേരിൽ തന്നെയുള്ള ഒരു നോവലിന്റെ അഡാപ്റ്റേഷനായാണ് ഈ സിനിമ പുറത്തിറങ്ങിയിരിക്കുന്നത്. സിനിമയിൽ ജാക്ക് എന്ന ക്യാരക്ടറായി അഭിനയിച്ചിരിക്കുന്ന ജാക്ക് നിക്കോൾസന്റെ പെർഫോമൻസ് ആണ് ഈ സിനിമയുടെ നട്ടെല്ല് എന്ന് തന്നെ പറയാം. ഒരു ക്യാരക്ടറിനുണ്ടാകുന്ന സൈക്കോളജിക്കൽ വേരിയേഷൻസ് എല്ലാം അദ്ദേഹം പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി അത് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. 12 തവണ ഓസ്കാർ നോമിനേഷൻസിൽ കയറി പറ്റിയ ഒരേ ഒരു ആക്ടറാണ് ജാക്ക് നിക്കോൾസൺ. അതെന്തുകൊണ്ടാണെന്ന് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആക്ടിംഗിൽ താല്പര്യമുള്ളവരൊക്കെ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണിത്. മ്യൂസിക്, സിനിമാറ്റോഗ്രഫി, സ്ക്രിപ്റ്റ് എല്ലാം പെർഫെക്റ്റ് ആയി സിങ്ക് ആയ സിനിമ കൂടിയാണ് ദ ഷൈനിങ്. ഒരുപാട് മിസ്റ്ററി എലമെന്റ്സ് ഈ സിനിമയിൽ ഉടനീളം നിലനിൽക്കുന്നുണ്ട്. 2 മണിക്കൂറും 26 മിനിറ്റും ഡ്യൂറേഷൻ വരുന്ന ഈ സിനിമയ്ക്ക് IMDb കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് 8.4 ആണ്. അപ്പോൾ സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ദ ഷൈനിങ് നിങ്ങൾ ഉറപ്പായും കണ്ടിരിക്കണം. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഫിലിം ഫോർ യു.